ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ. ജോഹറാണ്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഡ്രസ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചറിഞ്ഞിങ്ങനെ പോയാൽ കേട്ടോ. ഇവിടെയൊക്കെയാണ് എന്താ തണുപ്പായതുകൊണ്ട് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. कितना रुपये भाई साहब? 300 रुपये. 300 പറഞ്ഞാൽ भाई साहब 300 है ना? 300 ഏകദേശം 300 ആ ഒരു റേഞ്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെയുള്ള ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ളതുണ്ട്, ഫാൻസ് ഉണ്ട്, പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കിട്ടോ. ഇതൊരു അമ്പലമാണ് കേട്ടോ. ഷോക്സ് ഉണ്ട് കേട്ടോ. 100 है ना? 100 रुपीज का 4 पैकेट, 100 का 4 पैकेट. ഓൻ പറയണത് എന്താ വെച്ചാൽ 4 പാക്കറ്റിന് 100 റുപ്യാണ് കേട്ടോ. എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട്. കിतना പൈസ? 300 തന്നെ കേട്ടോ. എല്ലായിടത്തും ഏകദേശം എല്ലായിടത്തും റേറ്റ് ഒരുപോലെയാണ്. പിന്നെ അതുപോലെ ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നോക്കിയാണ്. നമ്മളെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ അവിടെ പോയി. എന്താ വള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിतना പൈസ? 100. ഈ ചെറിയ കുട്ടികൾക്കുള്ളതാണ് എന്തൊക്കെ. പിന്നെ അത് അവിടെ പൂക്കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്തും പൂക്കച്ചവടം ഉണ്ട്. പിന്നെ അതേമാതിരി നല്ല കളക്ഷൻസും ഉണ്ട്. कितना है भाई साहब? हैं भाई साहब? 350. ഏകദേശം 300 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ഡ്രസ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഭാഗം മൊത്തം ഇതാണ് കേട്ടോ, ജാക്കറ്റാണ് കേട്ടോ. പിന്നെ അതൊക്കെയാണ് നമ്മൾ ചെരുപ്പ് ഇവിടെ കൊടുത്താൽ ഇവരൊരു ടോക്കൺ നമ്പർ തരും. നമ്മൾ എവിടെ പോയി വരുന്നോ അവിടെ വരെ നമ്മളെ ചെരുപ്പും കാര്യങ്ങളും സേഫ് ആയിരിക്കും. എന്താ ഈ ഒരു സെക്യൂരിറ്റിക്കാരുണ്ട്, നോക്കി നിൽക്ക്. ഇവിടെയും ജാക്കറ്റാണ് കേട്ടോ. പിന്നെ കേട്ടോ കുറേ ആൾക്കാർ ഇവിടെ ഉറങ്ങുന്നു. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പല വിധത്തിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ള മാർക്കറ്റാണുള്ളത്. എടാ വീട്ടോ ഷൂ കേട്ടോ, ഷൂ. പിന്നെ അതുപോലെ ലേഡീസിൻ്റെ ബാഗ്, പിന്നെ ജാക്കറ്റ് ഇതാ പല വിധത്തിലുള്ളതുണ്ട്. ഭയങ്കര തിരക്കാണ്. ഇനിയിപ്പം എപ്പോഴും പറയുന്നത് പോലെ സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാവാം. പക്ഷെ ഇത് എന്താന്നുള്ളത് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ഭയങ്കര ഇവിടെയൊക്കെയാണ് ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒക്കെ ആവാത്ത ബാഗ്സ് ഉണ്ട്. ബാഗ് भाई कितना रुपये? कितना है? ഓല് ഭയങ്കര തിരക്കിലാണ്. ഓല് നമ്മളോട് മര്യാദക്ക് റേറ്റൊന്നും പറയണില്ല. പിന്നെ കുൽഫി നോക്കിയാണ് ഇഷ്ടം പോലെ ഉണ്ട്. കുൽഫി അടിക്കണം. भाई साहब कुल्फी कितना है? कितना? 20 है. 20 है. 20 का 30 का बताओ कौन सी वाली चाहिए? हाँ 20 दो दे.
അതിനോ ചില്ലറുണ്ടോ ഇല്ല. അപ്പോൾ ഞങ്ങളിതാ 20 2 വാങ്ങിയിട്ടുണ്ട്. പൈസ ഉണ്ടോ വെച്ചാൽ പൈസ ഒക്കെ ഒരു കഥയാണ്. പൈസ അപ്പൊ കുൽഫി വാങ്ങി. पूरा लोकल आदमी है ജൂടെ. ഈ ചങ്ങായൊക്കെയാണ് നിങ്ങൾ ചെറിയ കുട്ടികളെമാരി കുൽഫി ഇമ നടക്കണത്. അത്ര വലിപ്പായിട്ടുണ്ട്. 15-26 വയസ്സായി. നോക്കി ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ എൻ്റെ. ഞങ്ങൾ ജമാഅത്തിന്റെ ആ ഒരു ഭാഗത്തേക്കാട്ട് പോകുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പോയൊക്കെ ഇവിടെ പല ഐറ്റംസ് സാധനങ്ങളുണ്ട്. ഓക്കെയാണ് ഈ വണ്ടി കണ്ടങ്ങള്. ഇതൊക്കെ നമ്മളെ നാട്ടിലെ MVD കണ്ടല്ലേ, ഫൈനടിച്ച് കച്ചിക്കാൻ കൊടുക്കും. വെച്ചൂടെ ഒരു 16 റുപ്യ. പക്ഷെ ഇവിടെ ആണെങ്കിൽ വണ്ടികൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയാലോ ഒന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെയാണ് അല്ല ബല്ലാത്ത ഒരു വൈബൻ കേട്ടോ. റിക്ഷക്കാരുണ്ടാവും, പിന്നെ അതുപോലെ സൈക്കിൾ വാല. പിന്നെ നല്ല മൊത്തത്തിൽ നല്ലൊരു വൈബാണ് കേട്ടോ ഈ ഏരിയ. അതേമാതിരി ഈ കള്ളന്മാരെന്താ വെച്ചാൽ തുരുതുരാ കള്ളന്മാരും ഉണ്ടാവും കേട്ടോ. അതിനൊന്നും വലിയ കുറവുണ്ടാവില്ല. ബിസിനസ് തന്നെ ബിസിനസ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതിലോട്ട് പോകാത്തൊരു വണ്ടിയില്ല. ഏത് കുതാം കൂടി എല്ലാ വണ്ടിയും ഇവിടെ എടുത്താണ് പോകും. അവിടെയൊക്കെയാണ് ഒരു കറണ്ടിൻ്റെ വണ്ടിയാണ് പോണത്. കറണ്ട് ബാറ്ററി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സൈക്കിളായിട്ട് ഉപയോഗിക്കാം. അടുത്തത് വരുന്ന മോഡൽ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ. നമ്മളെ നാട്ടിലെ MVD ഇതൊന്നും കാണുന്നില്ലല്ലോ. അടുത്ത വരുന്നേ നോക്കിയാൽ നിങ്ങൾ. ഇവനൊക്കെ കണ്ട MVD കുട്ടപ്പൻ ഫൈൻ അടിച്ചു കൊടുക്കും. പേരുകളില്ല. ഇത് ജുമാസിൻ്റെ ഏകദേശം അടുത്ത് തന്നെ കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്താണ് കാര്യമായിട്ട് ജാക്കറ്റ് ഡ്രസ്സ്. കിतना റുപ്യ ഏകദേശം ഒക്കെ 300 ആ ഒരു ഇതിലാണ് റേറ്റ് വരുന്നത്. ഈ ഒരു പിന്നെ ഇവിടെ ഫുഡിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് കുറച്ച് ഏരിയകൾ ഫുഡുണ്ട്. ഏതാ കുട്ടികൾ. ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഇതുവഴി പോയിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഭാഗത്തും കൊണ്ട് നോക്കിയാണ് നമ്മളെ നാട്ടിലൊക്കെ നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്ത ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാർ അവസ്ഥകളാണ്. ഇവിടെയൊക്കെയാണ് ഓരോരുത്തർ കിടന്നുറങ്ങുന്നത്. ഇവിടെ ഉറങ്ങുന്നുണ്ട്, ഇവിടെ ഉറങ്ങുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ ഓരോ അവസ്ഥകൾ പറയാൻ. ഇവിടുത്തെ ചില ആളുകളുടെ ജീവിത രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലേ നമ്മളെ സ്വർഗത്തിലാട്ടോ ജീവിക്കുന്നത്. അങ്ങനെ തന്നെ പറയാം. ഞാനിപ്പോൾ ഈ നടന്നു പോണ തെരുവുകളിലല്ലേ, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാർ. ഇന്നലെ രാത്രി ഒരു കോമഡി എന്താ വെച്ചാൽ ഞങ്ങളിത് ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ ഒരു മനുഷ്യനുണ്ട് ചാക്കില്ലേ, നമ്മളെ പഞ്ചാരൻ്റെ ഒക്കെ ചാക്കില്ലേ,
അതാണ് പുതച്ചിട്ടുള്ളത്. കണ്ടപ്പം സങ്കടം തോന്നി. ഓരോരുത്തരുടെ അവസ്ഥകൾ. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈഡിൽ പായൂരിസ് റൂമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെ നമ്മൾ അതില്ല മറ്റില്ല പറഞ്ഞിട്ട് നമ്മൾ കുറേ കുറവും കാര്യങ്ങളൊക്കെ പറയല്ലോ. ഇവരൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ വേറെ 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 ലെവലാണ്. അൽഹംദുലില്ലാ ഭയങ്കര റാത്താണ് കേട്ടോ കാര്യത്തിന്. പടച്ചോന് ഇത്ര തന്നാലും നമ്മളെന്ത് ചെയ്യണം, ഉള്ളേല് നമ്മൾ അൽഹംദുലില്ലാ റാത്താണെന്ന് പറയാനുള്ളൊരു മനസ്സ് വേണം. ഒന്നുമില്ലട്ടെ, ഞാനിതിൽ ഇതുവഴി നടന്നു പോയപ്പോഴേ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതാ വീണ്ടും ഈ ഒരു ഏരിയ കാരൊക്കെ ഉണ്ടോ, കാരൊക്കെ ഉണ്ടോ, കാരൊക്കെ ഉണ്ടോ. ഇതെന്താ സംഭവം? വീടാണ്. ഇങ്ങോട്ട് നോക്കിയാണ്, നിങ്ങൾക്കൊരു കോമഡി ആൻസാണ്. ഒരു വീട്ടിലേക്കാണ് ഒരു വലിയ വീട് കളിച്ചിന്. ഒരു വലിയ വീട് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനത് ചോദിച്ച് ആ അവിടുന്നൊരു പെണ്ണ് ചൂടായി. ആ അവസ്ഥ പിന്നെ ഇന്നലെ ഈ ഒരു ഭാഗം നോക്കിട്ടോ, ഈ ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ എന്ത് ചെയ്തിനി, കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിയാണ്, ഇതാണോ മോദിജി പറഞ്ഞ ക്ലീൻ ഇന്ത്യ? ഇവിടെ നോക്കിയാണ് നീ, ഇത് ക്ലീൻ ഇന്ത്യ ആണോ? ഒരലക്കില്ല, അങ്ങനെ തന്നെ പറയാം. ഇവിടെ ഇത് ക്ലീൻ ഇന്ത്യ എന്ന് പറയാൻ മാത്രമുള്ള വകുപ്പുണ്ടോ? അതിൻ്റെ അയൽവക്കത്തേക്ക് പോലും എത്തിയിട്ടില്ല. പൊന്നെ മക്കളെ, ഇതാണ് മാർക്കറ്റ്. ഏത് സാധനം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ കുറഞ്ഞ വിലക്ക് സാധനങ്ങൾ കിട്ടുട്ടോ. അപ്പോൾ ഈ ഒരു മാർക്കറ്റിലെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത വീഡിയോസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.